ഹലോ ഫ്രണ്ട്സ്, ഓൾ മൈ ഫാമിലി, എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇപ്പോഴും എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ പറയാൻ വന്നത് നല്ലൊരു കാര്യമല്ല ഈ ഓൺ വോയിസിൽ വന്നത്. ചിലപ്പം ഈ കാര്യങ്ങൾ കേട്ടിട്ട് ചിലവർ എതിർക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസാണ്. അതായത് ഞാനിത് ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്, കാരണം ആരെയും പരിഹസിക്കാനല്ല. ഓൾറെഡി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലർ മനസ്സിലെ ഉള്ളിൽ തട്ടി അത് പുറത്ത് പറയാൻ പറ്റാതെ കൊണ്ട് നടക്കുന്നതായിരിക്കും. അതായത് സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ പോലെ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഒരാളെ കൊല്ലുന്നു, ഉടനെ അവിടെ പോകുന്നു, വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞതുപോലെ അവിടെ ചെല്ലുന്നു, സുഖവാസം, പിന്നെ കറക്റ്റ് ഫുഡ്, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഞാൻ പല ഹോസ്പിറ്റലിൽ പോയിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന് പോലും മറിഞ്ഞു വീഴാതെ നോക്കുന്നവരാണ് കൂടെ നിൽക്കുന്നവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പോറൽ പോലും പറ്റാതെ നോക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ചിലപ്പോൾ അമ്മയെ കൊന്നതായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഇതുപോലെ റേപ്പ് ചെയ്ത് കൊന്നതായിരിക്കാം, പല കേസുകളിൽ വന്നവരായിരിക്കാം. ചില നിരപരാധികളും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്നലെ ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു ആവശ്യമാണ്, കാരണം സ്കൂളിൽ ബിരിയാണി വേണം എന്നുള്ളത്. കാരണം അത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. കാരണം ക്രിമിനൽസ് അവിടെ തിന്ന് കൊഴുത്ത് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ആഹാരം ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. കാരണം എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. പിന്നെ അതുപോലെ ബാക്കി ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു പോകുന്നത്, അതുപോലെ അമ്മയെ കഴുത്തറുത്ത് പോകുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇതുപോലെ പെരുകുന്നത്, കേസുകൾ പെരുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുക് നിൽക്കാൻ താമസിക്കുന്നില്ല. അപ്പം നമ്മൾ വെറുതെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള കൊതുകുകൾ പോലും വെറുതെ വിടത്തില്ല എന്നാണ്. കാരണം അതുപോലെ ആയി മനുഷ്യർ. ഒന്ന് സൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമുക്ക് അറ്റാക്ക് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഉള്ള ഒരു കാര്യം ഞാൻ മെയിനായിട്ട് എടുത്ത് പറയാം. കാരണം ഈ കുഞ്ഞു കുട്ടികളെ റേപ്പ് ചെയ്യുന്നത് അത് ഭയങ്കര പൈശാചികമാണ്. അത് 3 വയസ്സാവട്ടെ 4 വയസ്സാവട്ടെ എങ്ങനെ ആയാലും അതുപോലെ റേപ്പ് ചെയ്യുന്നവർക്ക് ഞാൻ ഇപ്പം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, പലയിടത്തും ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ നമ്മൾ ലേബർ റൂമിൽ കയറുന്ന സമയത്ത് ഈ ഹസ്ബൻഡ് വൈഫ് ഉള്ള സമയത്ത് ആണുങ്ങളെയും കൂടെ